നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം അത് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ സ്ട്രീം കമ്പ്യൂട്ടിംഗ് ആണ്. ഈ സ്ട്രീം കമ്പ്യൂട്ടിംഗ് എന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിലൊരു ചിത്രമുണ്ട്. ഒരു ഫയർ ഹോസിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് പോലെ. സോഷ്യൽ മീഡിയ ഫീഡുകൾ, ഓൺലൈൻ ഇടപാടുകൾ, അങ്ങനെ എന്തോരം ഡേറ്റയാണ്. സെക്കൻഡിൽ ലക്ഷക്കണക്കിന് പോയിന്റുകൾ ഒരു പൈപ്പിലൂടെ എങ്ങനെ കുതിച്ചു വരുന്നു. ഇതിനെ എങ്ങനെയാണൊന്ന് മെരുക്കിയെടുക്കുന്നത്? ഒരു സർഫർ തിരമാലകളെ നേരിടുന്നത് പോലെ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? അപ്പോൾ നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിച്ചാലോ? തീർച്ചയായും. ആ സർഫിംഗ് എന്ന ഉപമ അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ ഡേറ്റയെ സമീപിച്ചിരുന്നത് ഒരു ഫോട്ടോ ആൽബം നോക്കുന്നത് പോലെയായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട്. അതെ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞ ശേഷം ഡേറ്റയെല്ലാം ഒരിടത്ത് ശേഖരിക്കും, എന്നിട്ട് പിന്നെ സമയമെടുത്ത് അതിങ്ങനെ നോക്കും. പക്ഷെ സ്ട്രീം കമ്പ്യൂട്ടിംഗ് അങ്ങനെയല്ല. അതൊരു ലൈവ് വീഡിയോ ഫീഡ് കാണുന്നത് പോലെയാണ്. ഓക്കേ, തത്സമയം. അതെ, സംഭവിക്കുന്ന അതേ നിമിഷം ആ ഒഴുക്കിൽ വെച്ചു തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം, തീരുമാനങ്ങളെടുക്കണം, കാത്തിരിക്കാനൊന്നും സമയമില്ല. ശരി. അപ്പോ ഈ ലൈവ് ഫീഡ് കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേകതരം സെറ്റപ്പ് വേണ്ടിവരുമല്ലോ. നിങ്ങളുടെ നോട്ടുകളിൽ സ്ട്രീമിംഗ് ഡാറ്റ ആർക്കിടെക്ചർ, പിന്നെ സ്ട്രീം ഡാറ്റ മോഡൽ എന്നിങ്ങനെ രണ്ട് പ്രധാന ആശയങ്ങൾ പറയുന്നുണ്ട്. ഈ ഭീമൻ ഡേറ്റയെ മെരുക്കാനുള്ള ആദ്യ പടികൾ ഇവയാണെന്ന് തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ ഇവ രണ്ടും ഒരുപോലെ തോന്നാം. എന്താണിവ തമ്മിലുള്ളൊരു വ്യത്യാസം? നല്ല ചോദ്യമാണ്. നമുക്കിതിനെ ഒരു വീട് പണിയുന്നതിനോട് ഉപമിക്കാം. ഈ സ്ട്രീമിംഗ് ഡേറ്റ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ആ വീടിന്റെ ഒരു ബ്ലൂ പ്രിന്റാണ്. പ്ലാൻ. അതെ, പ്ലാൻ. എവിടെ പ്ലംബിംഗ് വേണം, വയറിംഗ് എങ്ങനെ പോണം, വെള്ളം എവിടുന്ന് വരണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു മൊത്തത്തിലുള്ള ഘടന. അതുപോലെ ഡേറ്റ എവിടെന്ന് വരുന്നു, എവിടെ പ്രോസസ് ചെയ്യുന്നു, ഫലം എവിടെ കാണിക്കണം എന്നതിൻ്റെ ഒരു രൂപരേഖ. അതാണ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ സിസ്റ്റത്തിന്റെ ഒരു സ്കീമാറ്റിക്സ് ആണ്. അപ്പോൾ പിന്നെ ഡേറ്റ മോഡലോ? അത് ഈ വീടിന്റെ ഏത് ഭാഗത്ത് വരും? ആർക്കിടെക്ചർ വീടിന്റെ ഘടനയാണെങ്കിൽ സ്ട്രീം ഡേറ്റ മോഡൽ ആ വീട്ടിലെ ഫർണിച്ചർ എങ്ങനെ വെക്കണം എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ഈ ഒഴുകി വരുന്ന ഡേറ്റയെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം, അതാണ് അത് നോക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ആശയം എന്താന്ന് വെച്ചാല് ഡേറ്റയുടെ ഒഴുക്കിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അനന്തമായി. അതെ, ഈ അനന്തമായ ഒഴുക്കിനെ എങ്ങനെ ചെറിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കഷണങ്ങളാക്കാം എന്നതാണ് സ്ട്രീം ഡേറ്റ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സിസ്റ്റത്തിന്റെ ഘടന, മറ്റേത് ഡേറ്റയുടെ ഘടന. കൊള്ളാം. നമുക്ക് ബ്ലൂ പ്രിന്റായി ഡേറ്റയെ ചിട്ടപ്പെടുത്താനുള്ളൊരു രീതിയും കിട്ടി. പക്ഷേ ശരിക്കുള്ള പ്രശ്നം ഇപ്പോഴല്ലേ തുടങ്ങുന്നത്? ആ ഫയർ ഹോസ് അങ്ങ് തുറന്നു വിട്ടു. സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ട്വീറ്റുകൾ, ആയിരക്കണക്കിന് കാർഡിടപാടുകൾ, ഇതെല്ലാം കൂടി എങ്ങനെ കൈകാര്യം ചെയ്യും? അത് അസാധ്യമല്ലേ? ഇവിടെയാണ് സ്ട്രീം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ബുദ്ധി നമ്മൾ കാണുന്നത്. എല്ലാ ഡേറ്റയും ഒരേ സമയം വിശകലനം ചെയ്യാൻ നോക്കുന്നത് മിക്കപ്പോഴും അത് പ്രായോഗികമല്ല. ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യവുമാണ്. അതിനുള്ള ആദ്യത്തെ ഒരു സൂത്രമാണ് സാമ്പിളിംഗ്. അതെ, ആ വലിയ പുഴയിലെ മുഴുവൻ വെള്ളവും കോരിയെടുത്ത് പരിശോധിക്കുന്നതിനു പകരം പലയിടത്തുനിന്നായി ഓരോ കപ്പ് വെള്ളം സാമ്പിളായി എടുത്ത് പരിശോധിക്കുന്നത് പോലെ. ഇപ്പോ ഒരു വിഷയം ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആണോ എന്നറിയാൻ ലോകത്തുള്ള എല്ലാ ട്വീറ്റും വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. 1,00,000 ട്വീറ്റ് റാൻഡമായിട്ട് എടുത്തു നോക്കിയാൽ മതി. ഒരു പൊതുവായ ധാരണ കിട്ടും. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു സംശയം. നമ്മൾ ഡേറ്റയുടെ ഒരു ചെറിയ ഭാഗം മാത്രമല്ലേ നോക്കുന്നുള്ളൂ? അപ്പോ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ലേ? അതായത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത് നമ്മൾ എടുക്കാത്ത ആ സാമ്പിളിന്റെ ഭാഗത്താണെങ്കിലോ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവിടെയാണ് കൃത്യതയും പ്രായോഗികതയും തമ്മിലൊരു ട്രേഡ് ഓഫ് വരുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സാമ്പത്തിക ഇടപാടുകൾ പോലുള്ള കാര്യങ്ങളിൽ ഒരു ഡാറ്റ പോലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. അവിടെ സാമ്പിളിംഗ് ഉപയോഗിക്കില്ല. ശരി. പക്ഷേ ഒരു പുതിയ ഫോണിനെക്കുറിച്ച് ആളുകൾക്ക് പൊതുവെ നല്ല അഭിപ്രായമാണോ മോശം അഭിപ്രായമാണോ എന്നറിയാൻ അവിടെ 100% കൃത്യത വേണോ? വേണ്ട, ഏകദേശം മതി. അതെ, ഒരു 95% കൃത്യതയോടെ ഒരു ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതിനാണ് പ്രാധാന്യം. അവിടെ സാമ്പിളിംഗ് വളരെ നല്ലതാണ്. ഏത് ജോലിക്ക് ഏതുപകരണം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലെയാണിത്. ശരി. അപ്പോൾ സാമ്പിളിംഗ് വഴി നമ്മൾ ഡേറ്റയുടെ അളവ് കുറച്ചു.
ഇനി ഫിൽട്ടറിങ്ങിനെ പറ്റി സംസാരിക്കാം. ഇവിടെയാണ് ബ്ലൂം ഫിൽട്ടർ എന്നൊരു രസകരമായ ആശയം വരുന്നത്. നിങ്ങളുടെ നോട്ടുകളിൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഒരു ഡേറ്റാബേസിൽ ഒരു സാധനം ഉറപ്പായുമില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നുണയാകാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതെ, ബ്ലൂം ഫിൽട്ടർ ഒരു മാജിക് പോലെയാണ്. ഇതൊരു പ്രോബബിലിസ്റ്റിക് ഡേറ്റാ സ്ട്രക്ചറാണ്. പ്രോബബിലിസ്റ്റിക്, അതായത് സാധ്യതകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്ന്. ഒരു വലിയ ഡേറ്റാ കൂട്ടത്തിൽ ഒരു ഐറ്റം മുൻപ് വന്നിട്ടുണ്ടോ എന്ന് മിന്നൽ വേഗത്തിൽ വളരെ കുറഞ്ഞ മെമ്മറി ഉപയോഗിച്ചു പറയാൻ ഇതിനു പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ ഇതിന് രണ്ടുത്തരങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഐറ്റം ഉറപ്പായും ലിസ്റ്റിലില്ല. ഈ ഉത്തരം 100% വിശ്വസിക്കാം. ഓക്കേ. രണ്ടാമത്തെ ഉത്തരം ഒരുപക്ഷേ ഉണ്ട് എന്നതാണല്ലോ. ആ ഒരുപക്ഷേ എന്ന വാക്കാണെന്നെ കുഴക്കുന്നത്. തെറ്റായ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ടെന്ത് പ്രയോജനം? ഇതിന്റെ പ്രയോജനം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വെബ്സൈറ്റിൽ പുതിയൊരു യൂസർ നെയിം രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുവാണെന്ന് വെക്കുക. നിങ്ങൾ ഒരു പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അത് കോടിക്കണക്കിന് നിലവിലുള്ള യൂസർ നെയിമുകളുടെ ലിസ്റ്റിലുണ്ടോ എന്ന് സെർവറിന് നോക്കണം. ഇത് വലിയൊരു ജോലിയാണ്. അതെ. പകരം അവിടെ ഒരു ബ്ലൂം ഫിൽട്ടർ വെച്ചാൽ നിങ്ങൾ യൂസർ 123 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതാദ്യം ബ്ലൂം ഫിൽട്ടറിനോട് ചോദിക്കും. ഫിൽട്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ ആ പേര് ലഭ്യമാണെന്ന് ഉറപ്പിക്കാം. ഇനി ഫിൽട്ടർ ഒരുപക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം യഥാർത്ഥ ഡേറ്റാബേസിൽ പോയി ഒന്നുകൂടി ഉറപ്പുവരുത്തിയാൽ മതി. മിക്കവാറും പുതിയ യൂസർ നെയിമുകൾ ലിസ്റ്റിൽ കാണില്ലല്ലോ. അപ്പോൾ ആ വലിയ ഡേറ്റാബേസ് പരിശോധന നമുക്ക് ഒഴിവാക്കാം. ഇതൊരുപാട് കമ്പ്യൂട്ടിംഗ് വിഭവങ്ങൾ ലാഭിക്കും. കൊള്ളാം. അപ്പോൾ അനാവശ്യമായ ഭാരം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി. ആ ഫോൾസ് പോസിറ്റീവ് അഥവാ ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറയുന്നത് അത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു ചെറിയ വില മാത്രമാണ്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. കൂടുതൽ മെമ്മറി കൊടുത്താൽ നമുക്ക് ഈ തെറ്റിന്റെ സാധ്യത കുറയ്ക്കാനും പറ്റും. അപ്പോൾ ബ്ലൂം ഫിൽട്ടർ വെച്ച് നമ്മൾ ആവശ്യമില്ലാത്ത ഡേറ്റയെ ഒഴിവാക്കി. പക്ഷേ ബാക്കിയുള്ള ഡേറ്റയിലും കോടിക്കണക്കിന് ഐറ്റംസ് ഉണ്ടാകുമല്ലോ. അതിൽ എത്ര വ്യത്യസ്ത തരം ആളുകളുണ്ട് എന്ന് കണ്ടെത്തുന്നത് അതൊരു വലിയ തലവേദനയല്ലേ? ഇപ്പോ 1 മണിക്കൂറിൽ ഒരു വെബ്സൈറ്റിൽ വന്ന മൊത്ത സന്ദർശകരുടെ എണ്ണമല്ല, എത്ര വ്യത്യസ്തരായ ആളുകൾ വന്നു എന്ന് എങ്ങനെ കണ്ടെത്തും? ഓരോരുത്തരുടെയും IP അഡ്രസ് ഒരു ലിസ്റ്റിൽ സൂക്ഷിക്കുന്നത് ഗൂഗിൾ പോലുള്ളൊരു കമ്പനിക്ക് അത് അസാധ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പ്രോബ്ലം. വരുന്ന ഓരോ പുതിയ ആളെയും ഒരു ലിസ്റ്റിലേക്ക് ചേർത്താൽ മെമ്മറി ഫുള്ളാവും. അപ്പോൾ ഈ അസാധ്യമായ കാര്യത്തെ മറികടക്കാൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞർ എന്ത് തന്ത്രമാണ് ഉപയോഗിക്കുന്നത്? ഇവിടെയാണ് സേജോയറ്റ് മാർട്ടിൻ അൽഗോരിതം പോലുള്ള പ്രോബബിലിസ്റ്റിക് അൽഗോരിതങ്ങൾ വീണ്ടും നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. ഈ അൽഗോരിതം ചെയ്യുന്നത് ഒരു മാന്ത്രിക വിദ്യയാണ്. വരുന്ന ഓരോ ഐറ്റത്തെയും, അതായത് ഓരോ യൂസർ ഐഡിയെയും അത് ഓർമ്മിച്ചു വെക്കുന്നില്ല. പകരം അത് ഹാഷിംഗ് എന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ഹാഷിംഗ്, അതായത് ഓരോ ഐറ്റത്തിനും ഒരു വിരലടയാളം പോലെ ഒരു പ്രത്യേക കോഡ് കൊടുക്കുന്ന രീതിയല്ലേ? അതെ, അത് തന്നെ. ഒരേപോലുള്ള ഏത് ഡാറ്റയ്ക്കും ഒരേ കോഡ്, അതായത് ഹാഷ്, നൽകുന്ന ഒരു ഗണിതശാസ്ത്രപരമായ വിദ്യ. നിങ്ങൾ ആപ്പിൾ എന്ന് എത്ര തവണ കൊടുത്താലും ഒരേ കോഡ് കിട്ടും. പക്ഷേ ചെറിയ അക്ഷരം ആപ്പിൾ എന്ന് കൊടുത്താൽ വേറെ കോഡായിരിക്കും. സേജോയറ്റ് മാർട്ടിൻ അൽഗോരിതം ചെയ്യുന്നത് ഈ ഹാഷ് കോഡുകളെ വിശകലനം ചെയ്ത് അതിലെ ചില പാറ്റേണുകൾ മാത്രം ഓർമ്മിച്ചു വയ്ക്കും. പാറ്റേണുകളോ? അതെ. ഉദാഹരണത്തിന്, ഒരു ഹാഷ് കോഡിന്റെ ബൈനറി രൂപത്തിൽ അവസാനം എത്ര പൂജ്യങ്ങളുണ്ട് എന്നൊക്കെ നോക്കി അവസാനം എത്ര വ്യത്യസ്ത ഐറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം എന്ന് അതൊരു ഏകദേശ കണക്കുണ്ടാക്കും. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതായത് എല്ലാ യൂസർ ഐഡികളും ഓർത്തുവെക്കാതെ അവയുടെ ഹാഷ് കോഡുകളിലെ ചില പാറ്റേണുകൾ മാത്രം നോക്കി എണ്ണം പറയാൻ പറ്റുമെന്നോ? അതെ, അതാണ് ഇതിന്റെ ഒരു സൗന്ദര്യം. ഉത്തരം 100% ശരിയായിരിക്കില്ല. ചിലപ്പോ ഒരു 5% അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ. കോടിക്കണക്കിന് ഐറ്റംസ് ഓർക്കാൻ വേണ്ട ഗിഗാബൈറ്റുകൾക്ക് പകരം വെറും കിലോബൈറ്റുകൾ മെമ്മറി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏകദേശം കൃത്യമായൊരു ഉത്തരം കിട്ടുകയാണ്. ഡേറ്റ അനലിറ്റിക്സിന്റെ ലോകത്ത് ഇതൊരു വിപ്ലവം തന്നെയായിരുന്നു. അതുവരെ അസാധ്യമെന്ന് കരുതിയ പല തത്സമയ വിശകലനങ്ങളും ഇത് സാധ്യമാക്കി. ശരി. അപ്പോൾ നമുക്ക് ഡേറ്റയുടെ അളവ് നിയന്ത്രിക്കാനും അതിലെ വ്യത്യസ്ത ഐറ്റമുകളുടെ എണ്ണം ഏകദേശം കണ്ടെത്താനും സാധിച്ചു. പക്ഷേ ഒരു ഡേറ്റാ സ്ട്രീമിൽ എണ്ണം മാത്രമല്ലല്ലോ പ്രധാനം. അതിന്റെ സ്വഭാവം,
അതിന്റെ ഘടന, അതായത് എല്ലാ ഐറ്റംസും ഒരുപോലെയാണോ വരുന്നത്, അതോ ചിലത് മറ്റുള്ളവയേക്കാൾ കൂടുതൽ ആവർത്തിക്കുന്നുണ്ടോ? ഈ ഉൾക്കാഴ്ച വളരെ പ്രധാനമല്ലേ? തീർച്ചയായും. ഇവിടെയാണ് നിങ്ങളുടെ നോട്ടുകളിലെ എസ്റ്റിമേറ്റിംഗ് മൊമെന്റ്സ് എന്ന ആശയം വരുന്നത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആശയമാണ്. ഒരു ഡേറ്റ സ്ട്രീമിന്റെ വിതരണത്തെക്കുറിച്ച്, അതായത് ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് സൂചനകൾ നൽകാൻ മൊമെന്റ്സ് നമ്മളെ സഹായിക്കും. ഒന്നാമത്തെ മൊമെന്റ് ആകെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ മൊമെന്റ്, അതാണ് കൂടുതൽ രസകരം. അത് ഡേറ്റയിലെ സ്പൈക്കിനെസ് അഥവാ വ്യതിയാനം മനസ്സിലാക്കാൻ സഹായിക്കും. വ്യതിയാനമെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു ഓൺലൈൻ സ്റ്റോറിൽ വരുന്ന ഉപഭോക്താക്കളെ സങ്കൽപ്പിക്കുക. വരുന്ന 100 പേരും ഓരോ സാധനം വീതം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, 90 പേർ ഒന്നും വാങ്ങാതെ പോകുന്നു. പക്ഷെ 10 പേർ വന്ന് 100 കണക്കിന് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. രണ്ട് സാഹചര്യത്തിലും വിറ്റ സാധനങ്ങളുടെ എണ്ണം ഒരുപക്ഷെ തുല്യമായിരിക്കാം. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഡേറ്റയുടെ വ്യതിയാനം വളരെ കൂടുതലാണ്. ഈ സ്പൈക്കിനെസ് കണ്ടെത്താൻ രണ്ടാമത്തെ മൊമെന്റ് നമ്മളെ സഹായിക്കും. അതും മുഴുവൻ ഡേറ്റയും സംഭരിക്കാതെ തന്നെ. ഇതിന്റെയൊരു പ്രായോഗിക ഉപയോഗം എന്തായിരിക്കും? ഈ സ്പൈക്നെസ് അറിയുന്നതുകൊണ്ട് എന്തു ഗുണം? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നെറ്റ്വർക്ക് ട്രാഫിക്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വലിയ സ്പൈക്ക്, അതൊരു പക്ഷേ ഒരു സൈബർ ആക്രമണത്തിന്റെ സൂചനയാകാം. DODS അറ്റാക്ക് പോലെ. ഓക്കെ, ശരിയാണ്. അത് കണ്ടെത്താൻ ഈ സെക്കൻഡ് മൊമെന്റ് എസ്റ്റിമേഷൻ സഹായിക്കും. അതുപോലെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന സെർച്ച് ക്വയറീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനും ഇത് ഉപയോഗിക്കാം. കൊള്ളാം. അപ്പോൾ ഡേറ്റയുടെ ഒരു സ്വഭാവരേഖ തയ്യാറാക്കുകയാണ് മൊമെന്റ്സ് ചെയ്യുന്നത്. ഇനി അവസാനമായി നിങ്ങളുടെ നോട്ടുകളിലെ DGIM അൽഗോരിതം, ഇതിനെ കൗണ്ടിംഗ് വണ്ണസ് ഇൻ എ വിൻഡോ എന്നതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡേറ്റയുടെ മുഴുവൻ ഒഴുക്കിനെയും നോക്കുന്നതിന് പകരം ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിലെ കാര്യങ്ങളിലാണല്ലോ നമുക്ക് പലപ്പോഴും താൽപ്പര്യം, അല്ലേ? അതെ, ശരിയാണ്. സ്ട്രീം അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് പലപ്പോഴും താൽപ്പര്യം കഴിഞ്ഞ 10 മിനിറ്റിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ 1 മണിക്കൂറിലെ ട്രെൻഡ് എന്താണ് എന്നൊക്കെ അറിയാനായിരിക്കും. ഈ ഒരു നിശ്ചിത കാലയളവിനെയാണ് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത് പോലെ സ്ട്രീമിന്റെ ഏറ്റവും പുതിയ ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ വിൻഡോയ്ക്കുള്ളിൽ DGIM അൽഗോരിതം എന്താണ് ചെയ്യുന്നത്? കൗണ്ടിംഗ് വണ്ണസ് എന്ന് പറയുമ്പോൾ ഒന്നുകളുടെ എണ്ണം എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതെ, പക്ഷേ ഒരു ബൈനറി സ്ട്രീമിൽ, അതായത് 0ഉം 1ഉം മാത്രമുള്ള ഡേറ്റയിൽ. ഉദാഹരണത്തിന്, കഴിഞ്ഞ 10 മിനിറ്റിൽ ഞങ്ങളുടെ സെർവറിൽ എറർ എന്ന വാക്ക് എത്ര തവണ ലോഗ് ഫയലിൽ വന്നു എന്ന് കണ്ടെത്തണമെന്ന് വെക്കാം. എറർ എന്ന് വരുമ്പോൾ നമ്മൾ അതിനെ 1 ആയും അല്ലാത്തപ്പോൾ 0 ആയും രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കൊരു ബൈനറി സ്ട്രീം കിട്ടി. ഈ സ്ട്രീമിലെ കഴിഞ്ഞ 10 മിനിറ്റിനുള്ളിലെ എല്ലാ 0ത്തെയും 1നെയും ഓർമ്മിച്ചു വെക്കുന്നത് ഒരുപാട് മെമ്മറി എടുക്കും. അവിടെയാണ് DGIM സഹായിക്കുന്നത്. അതെ, DGIM അൽഗോരിതം ഈ വിൻഡോയിലെ എല്ലാ ബിറ്റുകളും ഓർമ്മിക്കുന്നതിനു പകരം അതിനെ ചെറിയ ബ്ലോക്കുകളായി തിരിച്ച് ആ ബ്ലോക്കുകളുടെ ഒരു സംഗ്രഹം മാത്രം ഓർത്തുവെക്കുന്നു. അതായത് ഈ ബ്ലോക്കിൽ ഏകദേശം 16 ഒന്നുകളുണ്ട്, അതിനുശേഷമുള്ള ബ്ലോക്കിൽ 32 ഒന്നുകളുണ്ട് എന്നിങ്ങനെ. വിൻഡോ മുന്നോട്ട് നീങ്ങുമ്പോൾ പഴയ ബ്ലോക്കുകളുടെ സംഗ്രഹം ഒന്നുകൂടി ചുരുക്കി അതിന്റെ കൃത്യത കുറിച്ചുകൊണ്ട് മെമ്മറി ലാഭിക്കുന്നു. ഇതൊരു തരം ഡേറ്റ കംപ്രഷൻ ടെക്നിക്ക് പോലെയാണ്. ഓക്കെ, അപ്പോൾ വളരെ പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകുന്നത് പോലെ ഈ അൽഗോരിതം പഴയ ഡേറ്റയുടെ വിശദാംശങ്ങൾ ഉപേക്ഷിക്കുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. വളരെ വ്യക്തമായി. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഡേറ്റയുടെ ഈ പ്രളയത്തിൽ മുങ്ങിപ്പോകാതെ അതിനെ മെരുക്കാനുള്ള ഒരു കൂട്ടം സൂത്രവിദ്യകളാണ് സ്ട്രീം കമ്പ്യൂട്ടിംഗ്. 100% കൃത്യമായ ഉത്തരങ്ങൾക്ക് പകരം വളരെ വേഗത്തിൽ കിട്ടുന്ന, എന്നാൽ മിക്കവാറും ശരിയായ ഏകദേശ കണക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യം, അല്ലേ? അതെ. ഡേറ്റയുടെ ഒരു ഭാഗം മാത്രം പരിശോധിക്കുന്ന സാമ്പിളിംഗ്, അനാവശ്യ ഡേറ്റയെ ഒഴിവാക്കുന്ന ബ്ലൂം ഫിൽട്ടർ, വ്യത്യസ്ത ഐറ്റങ്ങളുടെ എണ്ണം കണക്കാക്കുന്ന ഫ്ലാജോലെറ്റ് മാർട്ടിൻ, പിന്നെ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിലെ ഡേറ്റയെ വിശകലനം ചെയ്യുന്ന DGIM, ഇതെല്ലാം ഈ സർഫിങ്ങിന് നമ്മളെ സഹായിക്കുന്നു. അതെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ആ വിട്ടുവീഴ്ചയാണ്. കൃത്യതയ്ക്ക് പകരം വേഗതയും കാര്യക്ഷമതയും.
പരിമിതമായ മെമ്മറിയും സമയവും ഉപയോഗിച്ച് അതിബൃഹത്തായ ഡേറ്റയെ വിശകലനം ചെയ്യാൻ ഈ ആശയങ്ങൾ നമ്മളെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾ അറിയാതെ തന്നെ ദിവസവും ഇത്തരം സിസ്റ്റങ്ങളുമായി ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ അസ്വാഭാവികമായ ഒരു ഇടപാട് നടക്കുമ്പോൾ ഉടനെ ഒരു മെസ്സേജ് വരും. അതെ, ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വരുന്നത്, യൂട്യൂബ് നിങ്ങളുടെ നെറ്റ് സ്പീഡ് അനുസരിച്ച് വീഡിയോ ക്വാളിറ്റി മാറ്റുന്നത്, ഇതെല്ലാം സ്ട്രീം കമ്പ്യൂട്ടിംഗിന്റെ ഉദാഹരണങ്ങളാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം നൽകാം. ഈ അൽഗോരിതങ്ങളെല്ലാം കൃത്യമായ ഉത്തരങ്ങളല്ല, മറിച്ച് ഏകദേശ കണക്കുകളാണ് നൽകുന്നത് എന്ന് നമ്മൾ കണ്ടു. തട്ടിപ്പുകൾ കണ്ടെത്താനും രോഗവ്യാപനം നിരീക്ഷിക്കാനും നിങ്ങൾക്ക് ഏതു വാർത്ത കാണിക്കണമെന്ന് തീരുമാനിക്കാനും എന്തിന് സാമ്പത്തിക വിപണികളെ നിയന്ത്രിക്കാൻ പോലും ഇത്തരം ഏകദേശ കണക്കുകളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലോകമാണ് നമ്മൾ പടുത്തുയർത്തുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഒരു അൽഗോരിതത്തിൻ്റെ ചെറിയൊരു പിഴവ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുമ്പോൾ ഏകദേശം ശരിയെന്നത് മതിയാവുമോ? എവിടെയാണ് നമ്മൾ ആ വര വരയ്ക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.